ശ്യാം, ഇന്ന് ആരെ പറ്റിയാ പറയുന്നത്? സർ, ഇന്ന് എലോൺ മാസ്കിന്റെ ഒരു സ്റ്റോറി പറയാം. ഒരു ദിവസം എലോൺ മാസ്ക് റോക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി അമേരിക്കയിൽ നിന്ന് റഷ്യയിലേക്ക് പോകും. റഷ്യത്തെ ആൾക്കാർ റോക്കറ്റിന്റെ ശരിക്കുള്ള വിലയേക്കാൾ കൂടുതൽ വില തന്നെ പറയും. എലോൺ മാസ്ക് ആ വില കൊടുത്ത് വാങ്ങാൻ വിസമ്മതിക്കും. എലോൺ മാസ്കിനെ ഒരുപാട് പരിഹസിക്കുകയും പിന്നെ റോക്കറ്റ് വാങ്ങിക്കാനുള്ള പണമില്ലെങ്കിൽ എന്തിന് റഷ്യയിലേക്ക് വന്നു എന്ന് കുറ്റപ്പെടുത്തി സംസാരിച്ചു. എല്ലാവരുടെ മുന്നിൽ വെച്ച് ഒരുപാട് അപമാനിക്കുകയും കമ്പനിയിൽ നിന്ന് പുറത്തോട്ട് തള്ളുകയും ചെയ്തു. എലോൺ മാസ്ക് ആ സംഭവം കൊണ്ട് ഒരുപാട് ദുഃഖിതനാവും. റഷ്യയിൽ നിന്ന് റോക്കറ്റ് വാങ്ങിക്കാനാവാതെ തിരികെ വരും. തിരികെ വരുമ്പോൾ തന്നെ എലോൺ മാസ്ക് ഒരു ദൃഢ തീരുമാനമെടുത്തു. ഞാൻ തന്നെ റോക്കറ്റ് ഉണ്ടാക്കും. വെറും മുകളിലേക്ക് പറക്കുന്ന റോക്കറ്റ് മാത്രമല്ല, മുകളിലേക്ക് പൊന്തിയ പിന്നെ തിരികെ വന്ന് ഭൂമിയിൽ ലാൻഡ് ചെയ്യുന്ന റോക്കറ്റ്. അന്ന് വരെ ആരും ഭൂമിയിൽ അങ്ങനെ ഒരു റോക്കറ്റ് കണ്ടുപിടിച്ചിരുന്നില്ല. മുകളിലേക്ക് പറക്കുന്ന റോക്കറ്റ് എല്ലാവരും കണ്ടുപിടിക്കുമായിരുന്നു. പക്ഷേ മുകളിലേക്ക് പറന്ന റോക്കറ്റ് വീണ്ടും തിരികെ വന്ന് ഭൂമിയിൽ ലാൻഡ് ചെയ്യിപ്പിക്കുന്നത് ഇംപോസിബിൾ ജോലിയായിരുന്നു. ഇതേ ഇംപോസിബിൾ ജോലിക്ക് എലോൺ മാസ്ക് കൈവച്ചിരുന്നു. പക്ഷേ എലോൺക്ക് റോക്കറ്റിനെ കുറിച്ച് ABCD പോലും അറിയുന്നുണ്ടായിരുന്നില്ല. അയാൾ ഏതൊരു റോക്കറ്റ് എഞ്ചിനീയറിംഗ് പോലും ചെയ്തിരുന്നില്ല. അതിനുവേണ്ടി തന്നെ രാത്രിയും പകലും 100 കണക്കിന് ബുക്സുകൾ വെച്ച് റോക്കറ്റിനെ കുറിച്ചുള്ള എല്ലാ നോളജും കണ്ടെത്തി. ഒരുപാട് വർഷം രാത്രിയും പകലും ഉറക്കം വെച്ച് കഷ്ടപ്പെട്ട് 2014 തയ്യാർ ചെയ്തു റോക്കറ്റ്. പക്ഷേ ദുരാദൃഷ്ടം, പൊന്തിയ ഉടനെ റോക്കറ്റ് ബ്ലാസ്റ്റ് ആവും, മിഷൻ ഫെയിൽ ആവും. ഒരുപാട് കൊല്ലം പെട്ട കഷ്ടം കൺമുന്നിൽ തന്നെ കഷ്ണം കഷ്ണമായി വീണിരുന്നു. ഒരുപാട് പണം നഷ്ടമാവും. എന്നാലും എലോൺ നിർത്തുകയില്ല. അടുത്ത വർഷമായപ്പോൾക്ക് മറ്റൊരു റോക്കറ്റ് തയ്യാറാക്കി പറത്തും. അതും ബ്ലാസ്റ്റ് ആയി. ഒരുപാട് പണം വീണ്ടും നഷ്ടമാവും. എന്നിട്ടും എലോൺ മാസ്ക് പിന്നോട്ട് പോയില്ല. വീണ്ടും അടുത്ത വർഷമായപ്പോൾ 3ാമത്തെ റോക്കറ്റും പറത്തി. അതും ബ്ലാസ്റ്റ് ആവും, മിഷൻ ഫെയിൽ ആവും. വീണ്ടും എലോൺക്ക് 100 കോടിയിലധികം നഷ്ടപ്പെടും. തുടർച്ചയായി 3 റോക്കറ്റും ഫെയിൽ ആയത് കൊണ്ട് എലോൺ മാസ്കിന് ഒരുപാട് കോടികൾ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് എലോൺ മാസ്ക് ഒരുപാട് ദുഃഖിതനാവും. എല്ലാവരും എലോണിനെ നോക്കി ചിരിക്കും. ഭ്രാന്താണ്, പണം നഷ്ടപ്പെടുത്തുകയാണ് എന്ന് കളിയാക്കും. പക്ഷേ പാതി വഴിയിൽ ജോലി നിർത്തുന്നത് എലോണിന്റെ ഡിക്ഷണറിയിൽ തന്നെ ഇല്ലായിരുന്നു. ഈ പ്രാവശ്യം അവന്റെ അടുത്ത് അവസാനം ഒരേ ഒരു റോക്കറ്റിനുള്ള പണം മാത്രമുണ്ടായിരുന്നുള്ളൂ. ഒരു പക്ഷേ റോക്കറ്റ് ഫെയിൽ ആയാൽ എലോൺ തെരുവിലേക്ക് വരും. അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലായിരുന്നു. എന്നാലും എലോൺ പ്രതീക്ഷ കൈവിട്ടില്ല. എലോൺ ഒരുപാട് ബുക്കുകൾ വായിക്കാൻ തുടങ്ങും. ഒരുപാട് റിസർച്ച് ചെയ്തും പകലും രാത്രിയും റോക്കറ്റ് ഫാക്ടറിയിൽ തന്നെ ഉണ്ടാവും. അവിടെ തന്നെ ഉറങ്ങുകയും 365 ദിവസം ജോലി ചെയ്ത് 4ാമത്തെ റോക്കറ്റും തയ്യാർ ചെയ്തു. ഈ പ്രാവശ്യം റോക്കറ്റ് പറക്കുന്നത് നിർത്താൻ ആ ദൈവത്തിന് പോലും ആവില്ല. റോക്കറ്റ് ഒരു പ്രോബ്ലം ഇല്ലാതെ പറന്ന റോക്കറ്റ് വീണ്ടും ഭൂമിയിലേക്ക് വന്നു. സക്സസ്ഫുൾ ആയി എലോന്റെ വിജയത്തിന് വേണ്ടി നിൽക്കും. ഇപ്പോൾ നാസ അവർ എലോൺക്ക് ബില്യൺ കണക്കിനുള്ള റോക്കറ്റ്സ് കോൺട്രാക്ട് കൊടുക്കും. റോക്കറ്റിനെ കുറിച്ച് ABCD പോലും അറിയാത്ത വ്യക്തി തന്റെ ആത്മവിശ്വാസം കൊണ്ട് ഭൂമിയിലെ ഏതൊരു വലിയ വലിയ കമ്പനികൾക്ക് പോലും തയ്യാറാക്കാൻ പറ്റാത്ത റോക്കറ്റിനെ തയ്യാറാക്കി. 2019 പ്രപഞ്ചത്തിൽ തന്നെ ഏറ്റവും വലിയ പണക്കാരനായി. ഇപ്പോൾ ഏത് റഷ്യക്കാരാണോ പണമില്ലാതെ റോക്കറ്റ് വാങ്ങാൻ വന്നു എന്ന് ചോദിച്ച ആ ആളുകളെ സെക്കൻഡിൽ തന്നെ വാങ്ങാൻ കഴിവുള്ളവനായി. ഈ വീഡിയോ സത്യമായിട്ടും നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടിയെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.